ഹായ് ഫ്രണ്ട്സ്, മുരിങ്ങയില സാമ്പാർ എങ്ങനെ ചെയ്തെടുക്കാമെന്ന് കണ്ടു നോക്കിയാലോ. അതിനായി നമുക്കൊരു ചട്ടി അടുപ്പത്തേക്ക് വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ച് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മുരിങ്ങയില ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ആ മുരിങ്ങയില ഇലയൊക്കെ ഒന്ന് ചുരുങ്ങി വരുന്ന സമയമാകുമ്പോൾ നമുക്കത് ചട്ടിയിൽ നിന്നും കോരി മാറ്റാം. എന്നിട്ട് അതേ ചട്ടിയിൽ തന്നെ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക്, ഉലുവ, വറ്റൽമുളക്, വെളുത്തുള്ളി, പച്ചമുളക് ഇവ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് വഴറ്റി വെളുത്തുള്ളിയുടെ കളറൊക്കെ ഒന്ന് മാറി വരുന്ന സമയമാകുമ്പോൾ അതിലേക്ക് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. അതും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ചെറിയ ഉള്ളിക്ക് പകരം നമുക്ക് സവാളയും എടുക്കാവുന്നതാണ്. അത് നന്നായിട്ടൊന്ന് വഴണ്ട് ബ്രൗൺ കളറാവുന്ന സമയമാകുമ്പോൾ അതിലേക്ക് തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കാം. ആ തക്കാളിയും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി തക്കാളിയൊക്കെ ഒന്ന് വെന്ത് ഉടഞ്ഞു വരുന്ന സമയമാകുമ്പോൾ നമുക്കതിലേക്ക് പൊടിവകകളും കൂടെ ചേർത്ത് കൊടുക്കാം. അതായത് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി ഇവ ചേർത്ത് ആ പൊടികളുടെ പച്ചമണമൊക്കെ മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. പൊടിയൊക്കെ ഒന്ന് മൂത്ത ശേഷം നമുക്കതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന തുമരപ്പരിപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. തുമരപ്പരിപ്പും കൂടെ ചേർത്ത് നമുക്ക് സാമ്പാറിന് ആവശ്യമായ വെള്ളവും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിവിടെ വഴറ്റി വെച്ചിരിക്കുന്ന മുരിങ്ങയിലയും കൂടെ ചേർത്ത് ആവശ്യത്തിന് പുളിയും കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. അഥവാ കായക്കട്ടിയാണ് ചേർക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ തുമരപ്പരിപ്പ് വേവിക്കുന്ന സമയത്ത് അതിൻ്റെ കൂടെ ഇട്ട് വേവിച്ചാൽ മതിയാകും. എന്നിട്ട് നല്ല പോലെ തിള വരുന്ന സമയമാകുമ്പോൾ നമുക്കതിലേക്ക് അല്പം മല്ലിയിലയും കൂടെ തൂക്കിക്കഴിഞ്ഞാൽ നമ്മുടെ മുരിങ്ങയില സാമ്പാർ ഇവിടെ തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. എല്ലാവരും മുരിങ്ങയില തോരൻ മാത്രം വെക്കാതെ ഇതുപോലെ സാമ്പാറും കൂടെ ഒന്ന് ചെയ്ത് നോക്കൂ. എന്നിട്ട് കമൻറ്റിലൂടെ ഒന്ന് അറിയിക്കൂ. ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. താങ്ക്